നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിലനിർത്താനും കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും സംസ്ഥാന സർക്കാർ ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങളാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആരോഗ്യമന്ത്രിയുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. അതേസമയം ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ 4ാം തവണത്തെ സമരം 5 ദിവസം പിന്നിട്ടു. വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർക്കുണ്ടാക്കുന്നത് വലിയ നഷ്ടം. കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സൂര്യവിഹാരം നടത്തുന്നുവെന്ന് കുടുംബങ്ങൾ. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നു. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാലതാമസം ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്ക്. മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിൽ. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിലനിർത്താനും കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും സംസ്ഥാന സർക്കാർ ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങളാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആരോഗ്യമന്ത്രിയുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചു വരികയാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഏറെ കർശനമായ നിലപാടുകൾ ഇപ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിൽക്കുന്നതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നു. അതും പരിഹരിക്കാനാണ് തീരുമാനം എടുത്തു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയും കൂടെ ഉൾപ്പെടെ ഞാൻ ഹെൽത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്ന യോഗത്തിൽ വെച്ച് കഴിഞ്ഞ 3 ദിവസം ആരോഗ്യമന്ത്രി തന്നെ DMA ചുമതലപ്പെടുത്തി ഈ വിഷയങ്ങൾ പരിഹരിച്ചു. അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കാനാവശ്യമായ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവിടെ 100 കുട്ടികൾക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞതാണ്. ഗവൺമെന്റ് സെക്ടറിൽ 100 കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തുള്ള സൗകര്യങ്ങൾ സാധാരണക്കാരെ ജനങ്ങൾക്ക് അവൈലബിളാകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അപ്പം പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഘട്ടഘട്ടമായി ചെയ്യുന്നതിന് കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഷെഡ്യൂൾ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ബോധ്യപ്പെടുത്തത്തക്ക നിലയിൽ സംസാരിക്കുന്നതിന് വേണ്ടി DMA ചുമതലപ്പെടുത്തി ഓരോന്നും വിഷയങ്ങൾ എടുത്ത് പരിഹരിച്ചു കൊണ്ടുപോകുന്ന നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാലും കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാം ക്ലിയറായി. അവർ പറഞ്ഞ എല്ലാ ഡേറ്റാസും അതനുസരിച്ച് എല്ലാ ക്രമീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് DMA തന്നെ ആവശ്യമായ സൗകര്യങ്ങളോട് കൈമാറും. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ 4ാം തവണത്തെ സമരം 5 ദിവസം പിന്നിടുന്നു. അനിശ്ചിതകാല സമരത്തിനാണ് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേസമയം ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട്. മെഡിക്കൽ കോളേജിൽ പഠന സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം നടത്തുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അനിവാര്യമായ ലാബുകളും പഠനോപകരണങ്ങളും ഉടനടി ഒരുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. 1ഉം 2ഉം വർഷങ്ങളിലെ വിദ്യാർത്ഥികളാണ് സമരരംഗത്തുള്ളത്. എന്നാൽ 1ാം വർഷത്തെ പരീക്ഷകൾ അടുത്തതിനാൽ ഇവർ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നിലവിൽ 2ാം വർഷ വിദ്യാർത്ഥികളായ 98 പേരാണ് സമരരംഗത്തുള്ളത്. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ആശങ്കയുള്ളതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങളിവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലെ സെക്കൻഡ് ഇയർ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് ലാബ് ആയിട്ടില്ല. ഇനി ഞങ്ങളുടെ ക്ലാസ് തീർന്ന് ഞങ്ങൾക്ക് എക്സാം വരുന്ന ഡിസംബറിലാണ്. ഒക്ടോബറിലാവും ഞങ്ങൾക്ക് പോർഷൻ തീർക്കണം. അതിനിടയ്ക്ക് ആകെ 5 മാസമുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ലാബിന് എന്ന് വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് സമരം ചെയ്യുന്നത്.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഈ കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഈ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വന്ന് രാവിലെ 9:30 തൊട്ട് 12:30 വരെ നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല, ഞങ്ങൾക്ക് കണ്ടു പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കേസസ് ഇല്ല, ഞങ്ങൾക്ക് പഠിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും ഇവിടെ ഇല്ല. മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിന്റെ വരാന്തയിലാണ് വിദ്യാർത്ഥികൾ രാത്രിയും പകലും പായ വിരിച്ച് സമരം നടത്തുന്നത്. അതേസമയം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നതിനാൽ പഠന താമസ സൗകര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കളക്ടർ തിങ്കളാഴ്ചയും മന്ത്രി വീണ ജോർജ് ചൊവ്വാഴ്ചയും യോഗം വിളിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ കോളേജ് അധികൃതർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുക്കും. കെട്ടിടം പണി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന സർക്കാർ ഏജൻസിയായ കിറ്റ്കോ പ്രതിനിധികളെയും യോഗത്തിനായി വിളിച്ചിട്ടുണ്ട്. 28-ാം തീയതി തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ വിദ്യാർത്ഥി പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർക്കുണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. പലരും ചെറിയ തുകയ്ക്ക് കാലികളെ വിൽപ്പന നടത്തി ഒഴിവാക്കുന്നു. കാട്ടാനയും കാട്ടുപോത്തും പുലിയും ഒക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു. തോട്ടം മേഖലയിൽ പുലിയുടെയും കടുവയുടെയുമൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വളർത്തുമൃഗങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വലുതാണ്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി. ഈ ദുരിതം കുറെ കാലങ്ങളായി തങ്ങൾ അനുഭവിക്കുന്നതാണെന്ന് തൊഴിലാളികൾ പറയുന്നു. விலங்குகளுக்கு கொடுக்குற பாதுகாப்பு வந்து இந்த தொழிலாளி எஸ்டேட்டில் வேலை செய்கிறவங்களுக்கு வந்து பாதுகாப்பு கிடையாது. அதனால 5:40க்கு பப்ளிக் இங்கிருந்து நாங்கள் வீடியோ எடுத்து நாங்கள் பார்த்தோம். அதனால தான் நாங்கள் வந்து ஃபாரஸ்ட்டுக்கும் இந்த கவர்மெண்ட்டுக்கும் கேரளா கவர்மெண்ட்டுக்கும் நாங்கள் வந்து தெரியப்படுத்துகிறோம். எங்களுக்கு வந்து நல்ல ஒரு முடிவு, அந்த கூண்டு வச்சு புலியை வந்து கண்டிப்பாக நீங்கள் எங்களுக்கு வந்து பிடிக்கணும். തോട്ടം തൊഴിലിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത്. ആ മാർഗം വഴിയടയുന്നു എന്നതിനൊപ്പം നഷ്ടങ്ങളുടെ കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. വളർത്തുമൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും പലപ്പോഴും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. டிவிஷனில் மக்கள் நடமாட்டத்துக்கு ரொம்ப அச்சப்படுறாங்க. அதனால் வனத்துறை இது வந்து அதுக்கு ஒரு நடவடிக்கை எடுக்கணும். அப்படி இது நடவடிக்கை எடுக்காட்டால் மக்கள் தான் பாதிக்கப்படுவாங்க. இது இப்போ லைன்ஸ் வரைக்கும் வந்துருச்சு. சின்ன பிள்ளைகளை கூட தூக்கிட்டு போகிற அளவுக்கு இருக்குது. அந்த வால்பாறை இந்த ஏரியாலெல்லாம் சின்ன பிள்ளைகளை தூக்கிட்டு போயிருக்கு. அதே மாதிரி இங்கே உள்ள இங்கேயும் இந்த சம்பவம் நடக்கக்கூடாது. இது வனத்துறை வந்து இது உடனே நடவடிக்கை எடுக்கணும். വലിയ തുക മുടക്കി വാങ്ങിയ കന്നുകാലികളെ വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ചെറിയ തുകയ്ക്ക് തൊഴിലാളികൾ വിറ്റൊഴിവാക്കുകയാണ്. ഇവരുടെ ഒരു വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യജീവനുകളുടെ കാര്യത്തിലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശങ്കയുണ്ട്. രാത്രികാലങ്ങളിൽ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. കുട്ടികളെ തനിയെ പുറത്തുവിടാൻ ഭയക്കുന്നതായും തൊഴിലാളികൾ പറഞ്ഞു. பொதுமக்கள் வாழ முடியலை அப்படின்னு சொன்னால் இந்த பூமி எதற்கு தெய்வம் மனுஷனுக்கு பூமியை வாழறதுக்கு தான் கொடுத்துருக்குறாங்க. ஆனால் இங்கே மனுஷன் வாழ முடியாத ஒரு சூழ்நிலை இருக்குது. இதற்கு பொறுப்புள்ள அதிகாரிகள் அதை கவனத்தில் எடுத்து, அதாவது மனுஷர்களுக்கு பாதிப்பு வராத ரீதியில் இந்த காரியங்களை செஞ்சு கொடுத்தா நல்லாயிருக்கும் அப்படிங்கிறது என்னுடைய கருத்து. നാളുകളായി നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് കുടുംബങ്ങൾക്ക് ഇപ്പോഴും മുമ്പോട്ട് വയ്ക്കാനുള്ളത്. ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വേണം. പുലികളെ കൂടുവെച്ച് പിടികൂടണം. കാട്ടാനകളെയും കാട്ടുപോത്തുകളെയും ജനവാസ മേഖലയിൽ നിന്നും തുരത്തണം. എങ്കിൽ മാത്രമേ ജീവിതം സാധാരണ നിലയിലാകൂവെന്ന് കുടുംബങ്ങൾ പറയുന്നു. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നു. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാലതാമസം തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണ് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത്. ഇക്കാര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു. തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് മൂന്നാറിലെ തോട്ടം മേഖല. വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്ന് ഉയരുന്ന പരാതി. அதே மாதிரி +2 முடித்தவங்க ஹையர் எஜுகேஷன் போகணும். இது போகிறதுக்கு அவங்களுக்கு ஜாதி சர்டிஃபிகேட் கேட்டால் எஸ்டேட் இருக்கக்கூடிய தொழிலாளிகளை இன்றைக்கி வில்லேஜ்லேயும் தாலுக்கிலையும் நிரந்தரம் அவங்கள இந்த சர்டிஃபிகேட் கொடுக்காம அவங்கள வேட்டையாடிக்கிட்டு இருக்கிறாங்க.
இங்கே இருக்கக்கூடிய பொதுமக்கள் போயிட்டு வரும்போது அவங்க எஸ்டேட்டு வேலையை களைஞ்சி அவங்க வில்லேஜுக்கும் தாலுக்குக்கும் போகும்போது ஒரு நாளைக்கு கிட்டத்தட்ட 500க்கு மேற்பட்ட ரூபா செலவாக்கி அவங்க போகும்போது அவங்களுக்கு கொடுக்கக்கூடிய சர்டிஃபிகேட்டு கொடுக்கப்படாமல் அவங்கள அலக்களிக்கக்கூடிய சூழ்நிலை இன்றைக்கி மூணார் பகுதியில் தேவிகுளம் பகுதியில் இருக்குது. அதனால் உடனடியாக தொழிலாளர் படிக்கக்கூடிய குழந்தைகளுக்கு கொடுக்கக்கூடிய ஜாதி சான்றிதழ் உடனடியாக கொடுக்கணும். மட்டும் இல்லை, அவங்க கேட்குறது பெற்றோர்கள் படித்த சர்டிஃபிகேட் கேட்குறாங்க. தோட்டம் தொழிலாளர் படிக்காத எத்தனையோ தொழிலாளர்கள் இருக்காங்க. அவங்க படிக்காத இருக்கக்கூடிய தொழிலாளர்கள் பெற்றோர்கள் எப்படி அவங்க படித்த சர்டிஃபிகேட் கொடுக்க முடியும்? அப்போ இதை உத்தரவாதப்பட்ட அதிகாரிகள் அதை തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റ് கிடைக்கிறதுக்குள்ள നടപടി ഉടനടിயாக ഉണ്ടാകണം. സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത്. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട്. തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത്. ഇക്കാര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു. പ്രതിഷേധ പരിപാടികൾക്ക് ചില സംഘടനകൾ തയ്യാറെടുക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്നു. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. സൗന്ദരി, പ്രിയ എന്നിവരുടെ കടകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മാത്രം ഇവിടെ 3 തവണ മോഷണം നടന്നതായി വ്യാപാരികൾ പറയുന്നു. 50,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വിവിധ വസ്തുക്കൾ ഇരു കടകളിൽ നിന്നുമായി മോഷ്ടാക്കൾ കവർന്നതായി വ്യാപാരികൾ പറഞ്ഞു. 2 நாளைக்கு முன்னாடி நம்ம பல்சைக்கு வாங்கிட்டு போய் தான் சாணம் வாங்கி வச்சிருந்தது. இன்னைக்கு மொத்த சாணம் உள்ள இந்த 50,000 சாணம் போயிடுச்சு. இன்னைக்கு வச்சிருந்த சாணம் மொத்தம் எழுதிட்டாங்க. நாங்களும் போலீஸில் பல வருஷம் கம்ப்ளைண்ட் பண்ணி மறுத்து போயிட்டோம். இதுக்கு ஒரு நல்ல ஒரு நடவடிக்கை எடுத்து சொல்லணும் கவர்மெண்ட் கேட்டு சொல்லி. ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കുറേ കാലങ്ങളായിട്ട് ഒരു 5-8 കൊല്ലമായിട്ട് ഈ സീസൺ സമയത്തിലൊക്കെ ഈ കച്ചവടക്കാരുടെ ഒത്തിരി കഷ്ടപ്പാടുപെട്ടും ബ്ലേഡ് മേടിച്ചും സ്വർണം പണയം വെച്ചും ഇങ്ങനെ വെച്ചാണ് ഈ കടകൾ നടത്തി പോകുന്നത്. ജീവിതമാർഗം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഈ സീസൺ സമയത്തിൽ എവിടെ നിന്നെങ്കിലും ഇരുന്ന് കടം മേടിച്ച് ഈ കടയിൽ സാധനം മേടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അത് ഈ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്നത് സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ പോലീസിന് കുറച്ച് ദിവസമായിട്ട് ഈ 8 മാസത്തിനുള്ളിൽ തന്നെ 5 പ്രാവശ്യം ഈ കടകൾ മോഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്, ദേവികുളം സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തിരുന്ന് വന്നിട്ടില്ല. ഒരു അന്വേഷണം പോലും ഇവിടെ വരെ പോലീസ് വന്ന് നടത്തിയിട്ടില്ല. തുടർച്ചയായി മോഷണം നടന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ദർശന എക്സലൻസ് അവാർഡ് വിതരണം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന പൗരാവലിയും ദർശന അക്കാദമിയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 വർഷമായി കട്ടപ്പനയിൽ മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വഴികാട്ടിയായ സ്ഥാപനമാണ് ദർശന അക്കാദമി. ദർശനയും കട്ടപ്പന പൗരാവലിയും ചേർന്നാണ് 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് ഏർപ്പെടുത്തിയത്. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ദർശനയും CMI സഭയും വളരെ വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആശ്വാസകരമായിരുന്നു. CMI സഭയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ പഠിക്കുക എന്ന് പറയുന്നതിന് അഭിമാനമായി തോന്നുന്ന കാലഘട്ടം സമരകാവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ രംഗത്തെ വീക്ഷണം അവസാന നായകന്മാരെയും പ്രവചനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരെയും അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്നതിനും ജനങ്ങൾക്ക് കാഴ്ചപ്പാടുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും.
ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റും മന്ത്രി കൈമാറി. യോഗത്തിൽ ദർശന അക്കാദമി ഡയറക്ടർ ഫാദർ സോണി എംബ്രായിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, ചവറ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡോൺ മാത്യു ഈറ്റാനിയിൽ, അക്കാദമിക് കോർഡിനേറ്റർ റോബിൻ കെ തോമസ്, ഫാദർ തോംസൺ കൂടപ്പാട്ട്, ബിജു ദേവസ്യ എന്നിവർ സംസാരിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇടുക്കി സെന്ററിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി സംഘടിപ്പിച്ചു. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി എം മണി MLA ഉദ്ഘാടനം ചെയ്തു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇടുക്കി സെന്ററിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. ഓരോ വർഷവും നടന്നുവരാറുള്ള പരിപാടിയിൽ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും. ഇതിന്റെ ഭാഗമായി അസോസിയേഷന്റെ ചെയർമാനായി KA ചെറിയാനെയും സെക്രട്ടറിയായി സിബിൻ ബാബുവിനെയും ട്രഷററായി അഖിൽ വിശ്വനാഥനെയും തിരഞ്ഞെടുത്തു. ഉടുമ്പൻചോല MLA M മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ ശക്തമായ ഒരു സംഘടനയായി ഇത് രൂപപ്പെടുത്തണം എന്ന് ഞാൻ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നിശ്ചയമായും വരും നാടുകളിൽ ആ നിലയിൽ കർമ്മനിരതമായി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റിയതായി പ്രഖ്യാപിക്കുന്നു. പരിപാടിയിൽ ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ചെയർമാൻ TN സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു. സംസ്ഥാന മുൻ ചെയർമാൻമാരായിരുന്ന നജീബ് മണ്ണിൽ, അനക്സ് പെരുമാലി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എബിൻ ജോൺ, ജനറൽ കൗൺസിൽ അംഗം KV സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ രംഗത്തെ വിവിധ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. റിട്ടയേർഡ് അധ്യാപകൻ YC സ്റ്റീഫന്റെ ഓർമ്മകളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കട്ടപ്പന ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, രചയിതാവ് YC സ്റ്റീഫന്റെ ശിഷ്യർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. അപൂർവ സംഗമത്തിനാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ വേദിയായത്. അവധി ദിവസമായിരുന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ പഴയ ക്ലാസ് മുറിയിൽ ഒത്തുകൂടി. അവരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ YC സ്റ്റീഫൻ രചിച്ച ഓർമ്മകളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയത്. വിവിധ ബാച്ചുകളിലായി പഠിച്ച തന്റെ കുട്ടികൾക്ക് കൈമാറിക്കൊണ്ടുവേണം പുസ്തകത്തിന്റെ പ്രകാശനമെന്ന് YC സ്റ്റീഫൻ എന്ന റിട്ടയേർഡ് അധ്യാപകൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. കൊല്ലം സ്വദേശിയായ സ്റ്റീഫൻ അധ്യാപക ജോലിക്കായാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലേക്ക് വന്നത്. വിവിധ സ്കൂളുകളിൽ മാറി മാറി ജോലി ചെയ്തു. അവസാനം ട്രൈബൽ സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും സജീവമായ അദ്ദേഹത്തിന്റെ അന്നു മുതലുള്ള ഓർമ്മകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകം അഡ്വക്കേറ്റ് സേനാപതി വേണു, YC സ്റ്റീഫന്റെ ശിഷ്യന്മാരായ രാജു ജോസ്, ആനി സ്റ്റെല്ല മേരി ഐസക്, TG M രാജു, സുനിൽ K കുമാരൻ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ അധ്യായം, അദ്ദേഹത്തിന്റെ സഹോദരൻ ആൻഡപ്പനെ കുറിച്ചുള്ള അധ്യായം, അത് വായിച്ചപ്പോൾ ഞാനെന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. വേറൊന്നുമല്ല, ഒരു മനുഷ്യൻ അവന്റെ ഒരു സഹോദരനെ നഷ്ടപ്പെടുന്ന ഒരു 6 വയസ്സുകാരൻ, ആ ഒരു രംഗം അത് വിവരിക്കുന്നത്, അത് വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം വായനയുടെ ശക്തി, അക്ഷരത്തിന്റെ ശക്തി അത് എത്രയെന്ന് അത് സാർ കാണിച്ചു തരികയാണ്. അപ്പൊ ഞാൻ ക്ഷമാപണത്തോടെ സാറിനോട് ചോദിക്കുന്നു, എന്തേ ഇത്ര വൈകിയത്, എന്തേ സാർ എഴുതാൻ വൈകിയത് എന്നുള്ളതാണ്. എത്രയോ മുമ്പേ എഴുതേണ്ടതായിരുന്നു, എത്രയോ മുമ്പേ വായനക്കാരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ അറിവുകൾ അത് എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ആഴവും വ്യാപ്തിയും അത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കവിയത്രി സിന്ധു സൂര്യ പുസ്തക പരിചയം നടത്തി. ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, എഴുത്തുകാരൻ സോജൻ സ്വരാജ്, മാധ്യമപ്രവർത്തകൻ KS ഫ്രാൻസിസ്, പൊതുപ്രവർത്തകൻ ജോർജ് ജോസഫ് പടവൻ, അധ്യാപിക ഷൈബി KK, ബിബിൻ വൈശാലി എന്നിവർ സംസാരിച്ചു.
10 വർഷത്തിലധികമായി മാലിന്യം മൂടിക്കിടന്ന കുളത്തിന് നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ പുനർജന്മം. മുട്ടുകാട് പാടശേഖരത്തിലെ 5 സെന്റിലധികം വിസ്തീർണമുള്ള കുളമാണ് നാട്ടുകാർ ചേർന്ന് ശുചീകരിച്ചത്. 35 വർഷം മുമ്പാണ് മുട്ടുകാട് പാടശേഖരത്തിൽ കുളം നിർമ്മിച്ചത്. ഏറെക്കാലം കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും കുളം ഉപയോഗിച്ചിരുന്നു. വേനൽക്കാലത്ത് മേഖലയിലെ പ്രധാന ജലസ്രോതസ്സും ഇതായിരുന്നു. കുട്ടികൾ നീന്തൽ പഠിക്കാനും ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് മധ്യപസംഘം ഇവിടെ പതിവായി തമ്പടിച്ചതോടെ കുളം ഉപേക്ഷിച്ചു. കടുത്ത വേനലിൽ സമീപത്തെ ചെറു ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ടതോടെയാണ് കുളം ശുചീകരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. നമ്മുടെ മുട്ടുകാട് പാടശേഖരത്തുള്ള ഒരു കൃഷി ആവശ്യത്തിനായിട്ട് നമ്മൾ നിർമ്മിച്ച 25 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു കുളമാണ്. ഈ കുളത്തിൽ വളരെയേറെ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെയുള്ള ഒരു സംഘം യുവാക്കളുടെ നേതൃത്വത്തിലും നമ്മളിത് മാലിന്യം വ്യക്തമാക്കിയിട്ട് അവിടെ ഒരു നല്ലൊരു കുളമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വൈശമ്മാലി പഞ്ചായത്തിന് തന്നെ അഭിമാനകരമായ നേട്ടമാണ് ഈ കാര്യത്തിൽ ഈ യുവാക്കളുടെ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറണമെന്ന് അറിയിച്ചുകൊണ്ട് കുളത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് വെള്ളം ഉപയോഗയോഗ്യമാക്കി. കാഞ്ചിയാർ മഹാത്മാ SHGയുടെ നേതൃത്വത്തിൽ അഞ്ചുരുളിയിൽ ശുചീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ കക്കാട്ടുകട മഹാത്മാ SHGയുടെ നേതൃത്വത്തിലാണ് അഞ്ചുരുളിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവധിക്കാലത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 2 മാസക്കാലത്തോളമായി അഞ്ചുരുളിയിലേക്ക് 10,000-കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തിയത്. പലപ്പോഴും വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അഞ്ചുരുളിയെയും വഴിയോരങ്ങളെയും വികൃതമാക്കിയിരുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടിയത് മഴക്കാല രോഗങ്ങളടക്കം പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഉയർത്തി. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് SHGയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 മാസക്കാലം നമ്മുടെ കേരളത്തിൽ അവധിക്കാല സീസണായിരുന്നു. ആ സീസൺ കാലത്ത് അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നെത്തിയ 10,000-കണക്കിന് വരുന്ന ടൂറിസ്റ്റുകൾ, അവരിൽ പെടുന്ന ആളുകൾ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് മഹാത്മാ SHGയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ അഞ്ചുരുളിയിൽ നടത്തുന്നത്. ഈ മാലിന്യങ്ങളൊക്കെ മഴക്കാലമാകുന്നതോടെ നമുക്കറിയാം ഇവിടെ നിന്ന് ഒഴുകി അഞ്ചുരുളി ജലാശയത്തിലേക്ക് എത്തുകയും ആ ജലാശയം വലിയ തോതിൽ മലിനമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മഹാത്മാ SHGയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ശുചീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മേഖലയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കാലവർഷം ശക്തമാകുന്നതോടുകൂടി ജലാശയത്തിലേക്ക് എത്തിച്ചേരുകയും മാലിന്യമാവുകയും ചെയ്യുന്നത് പതിവാണ്. ഈ അവസ്ഥ പ്രതിരോധിക്കാൻ കൂടിയാണ് ശുചീകരണം നടത്തിയത്. ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. ശുചീകരണ പരിപാടിക്ക് ലൈജു അട്ടക്കുഴി, സിജോ പള്ളിക്കുന്നേൽ, സജി പൂതക്കുഴി, ജോയി പുത്തൻപുരക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടിയിൽ അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ്. മാട്ടുകെട്ടിയിലെ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്താണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും വിധം വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സർവീസ് ബാങ്കിനോട് ചേർന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റ് അപകടകരമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് ടാറിംഗ് ചെയ്തു പോയെങ്കിലും റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റാത്തതിനാൽ അപകടങ്ങൾ ഏതു നിമിഷവും സംഭവിക്കും. പോസ്റ്റ് റോഡിൽ നിന്നും മാറ്റാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മാട്ടുകെട്ട് സിറ്റിയിലെ ഈ KSEBിയുടെ ഒരു പോസ്റ്റയിലെ ലൈനും എല്ലാം അഴിച്ചു മാറ്റിയതാണ്. അത് ഭയങ്കര അപകടത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല. ഏറ്റവും ഭയങ്കര അപകടത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ 10-15 ദിവസമായി ഇത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അഴിച്ചു മാറ്റുന്നുമില്ല. ഒരു വണ്ടി വന്ന് സൈഡ് കൊടുക്കാനില്ല. വരുന്ന വണ്ടിയാണ് നല്ല സ്പീഡും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ KSEB ഈ പോസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരുവാണെങ്കിൽ അപകടം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. നിലവിൽ വൈദ്യുതി പോസ്റ്റിലെ ഇലക്ട്രിക് ലൈനുകൾ മാറ്റിയെങ്കിലും പോസ്റ്റ് കരാറുകാർ മാറ്റാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. പരപ്പ് മുതൽ കട്ടപ്പന വരെയുള്ള പല ഭാഗത്തും മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ടാറിംഗ് കഴിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പോസ്റ്റുകൾ സമയബന്ധിതമായി മാറ്റണമെന്ന ആവശ്യവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കുഴൽക്കിണർ റീചാർജിംഗ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ ആളുകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മലയാളി ചുരി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കിണർ സാന്ദ്രതയുള്ള സംസ്ഥാനമായ കേരളം കഴിഞ്ഞ വേനലിൽ അഭിമുഖീകരിച്ചത് കടുത്ത വരൾച്ചയാണ്. അത് വലിയ കുടിവെള്ള ക്ഷാമത്തിലേക്ക് നയിച്ചു.
ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ നടപടിയാണ് കിണർ റീചാർജിംഗ് സംവിധാനം. താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഭൂഗർഭ ജലവിധാനത്തെ കിണർ റീചാർജിംഗ് സംവിധാനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. നിസ്സാര ചെലവുകൾ മാത്രം വരുന്ന റീചാർജിംഗ് സംവിധാനം ഓരോ വീട്ടിലും ഒരുക്കുവാനും സാധിക്കുന്നതാണ്. സംവിധാനത്തിന്റെ നിർമ്മാണ രീതിയും ഉപയോഗവും എല്ലാം വിശദീകരിക്കുവാനാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിന്റെയും ചിരി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മലയാളി ചിരി ക്ലബ് ജനറൽ സെക്രട്ടറി അശോകൻ ഇലവന്തിക്കൽ, ക്ലബ് ചാരിറ്റി വിഭാഗം സെക്രട്ടറി നോബിൾ ജോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഒരു സ്ഥാപനമാണ് ഒരു ചെറിയ സ്റ്റാൻഡ്. ഇത്രയും സംവിധാനമൊന്നുമില്ല. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ വെക്കാൻ പറ്റും. അതിന് ചെറിയ സ്റ്റാൻഡ് ഇത്രയും സംവിധാനങ്ങളും നമ്മുടെ മേളിലൊക്കെ രീതിയിൽ വന്ന് ഗ്രിഡ് ചെയ്യുക. ചുമ്മാ പൂവല്ല, ഇത് ഗ്രിഡ് ചെയ്യുക നമ്മുടെ പ്രൊഫഷനിലേക്ക് പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും വലിയ വിസ്താരത്തുള്ള ഇത് സ്കാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കാര്യം പാടുന്നുണ്ട്. അത് തുറന്നു വിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ആർക്കുള്ള അനായാസം നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു പ്രൊഡക്റ്റാണ് മുന്നോട്ട് വരുന്നത്. ഇതിന് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഹൈലൈറ്റുള്ള വില കൂടിയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാനാണ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതിനൊരു 7000 എബോവ് വില വരും. അത് ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് വരുന്നതാണ്. വരുന്ന ദിവസം അത് തന്നെ പുറത്തുപോയി അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഇച്ചിരി കോസ്റ്റിയാണ് 8000 വരും. പക്ഷെ ഇത് നമുക്ക് ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 3000 രൂപയിൽ താഴെ മാത്രമാണ് കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കാൻ വേണ്ടി വരുന്നത്. മഴയത്ത് മേൽക്കൂരയിൽ നിന്നും ലഭിക്കുന്ന ജലം PVC പൈപ്പുകൾ വഴി ശേഖരിച്ച മെറ്റലുകളും മറ്റും ഉപയോഗിച്ച് സജ്ജമാക്കിയ അരിപ്പ പോലത്തെ സംവിധാനം വഴി അരിച്ച് ശേഖരണ ടാങ്കിലേക്കും തുടർന്ന് കുഴൽ കിണറിലേക്കും എത്തിക്കുന്നു. ഇതുവഴി വേനൽക്കാലത്ത് കിണർ വറ്റുന്ന പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. ഒപ്പം വെള്ളമില്ലാതെ ഉപയോഗശൂന്യമായ കുഴൽക്കിണറുകളെ പുനരുജ്ജീവിപ്പിക്കാനും പദ്ധതി സഹായകരമാണ്. കൂടാതെ ഒരു വീട്ടിലെ കിണർ റീചാർജിംഗ് വഴി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലലഭ്യത ഉയർത്താൻ കഴിയും. ഇത്തരത്തിലെ സംവിധാനം ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ചിയാറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലബ് ഫിനാൻഷ്യൽ ഫോറം പ്രസിഡന്റ് PG മനോജ്, ട്രഷറർ വിപിൻ വിശ്വനാഥൻ, ജോസ് ഞായർകുളം, ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പനയുടെ വാർഷികവും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികവും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നത്. 2024-25 പ്രസിഡന്റായി ലിജു പമ്പാവാസൻ, സെക്രട്ടറിയായി മാത്യു PJ, ട്രഷററായി തോമസ് AJ, വൈസ് പ്രസിഡന്റായി സ്റ്റീഫൻ പെരേര, ജോയിന്റ് സെക്രട്ടറിയായി തങ്കച്ചൻ കളപ്പുര എന്നിവരെ തെരഞ്ഞെടുത്തു. കട്ടപ്പനയുടെ ഇന്ത്യൻ സീനിയർ ചേംബർ ക്ലബിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞ് ഇന്ന് പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും മെമ്പറായിട്ടും സ്ഥാനം ഏറ്റെടുത്ത ഞങ്ങളാൽ കഴിയുന്ന വിധം കട്ടപ്പനയുടെ എല്ലാ വളർച്ചയിലും എല്ലാ ദുരിതത്തിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കട്ടപ്പനയുടെ എല്ലാ പ്രവർത്തനത്തിലും തന്നെ നമ്മൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതാണ്. യോഗത്തിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ K. വർഗീസ് പുതിയ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. I will faithfully execute the office of അവരവരുടെ പോസ്റ്റ് പറയുക സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന region and to the best of my ability serve as a living example of the organization philosophy and believe that and will uphold and enforce the constitution and the policy of this organization at all times. ദേവസ്യ താണൂലിൽ മുഖ്യപ്രഭാഷണം നടത്തി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൻമേട് യൂണിറ്റിന്റെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് PK മാണി ഉദ്ഘാടനം ചെയ്തു. TS തങ്കവേൽ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി സോണി വർഗീസും ട്രഷററായി V. ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് PK മാണി യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ജനാധിപത്യ പ്രസ്ഥാനത്തെക്കായാലും വളരെയേറെ ഗൗരവമാണ് ജനാധിപത്യപരമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഏക സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. 2 കൊല്ലം കൂടുമ്പോൾ കൃത്യമായിട്ടും സംഘടനയുടെ ദ്വിവാർഷിക പൊതുയോഗവും വിളിച്ചു കൂട്ടി വരവേലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും അതിന്മേലുള്ള ചർച്ചയും സംഘടനാപരമായ ചർച്ചയും സജീവമായിട്ട് നടത്തി തെരഞ്ഞെടുപ്പ് നടത്തി തന്നെയാണ് ആൾക്കാരെ എടുക്കുന്നത്.
വോട്ടെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ വോട്ടിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതിനാർക്കും ഒരു സംശയവുമില്ല. ആ സംഘടനയിൽ അംഗമാണ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആത്മാഭിമാനമാണ്. അതുപോലെ ഇപ്പോൾ സംഘടന പുതുതായിട്ട് കുടുംബ സുരക്ഷ സഹായ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. അതായത് ഒരു വ്യാപാരി മരണപ്പെട്ടാൽ 5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊണ്ടുപോയി ധനസഹായം ചെയ്യുന്ന പദ്ധതിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി. CS സുനിൽ, സിജോ വർഗീസ്, EP ജോയി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ തൊപ്പിപ്പാളിയിൽ അനുമോദന യോഗവും വയോജന സഹായ ഉപകരണ വിതരണവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മറ്റപ്പള്ളി പ്രിയങ്ക മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പരിപാടിയോടനുബന്ധിച്ച് വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണ വിതരണവും നടന്നു. ഒപ്പം കൗമാര കുട്ടികൾക്കുള്ള കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ ഏതാണ്ട് പരീക്ഷ എഴുതിയ കുട്ടികൾ 100% വിജയമാണ് നമ്മുടെ സ്വരാജ് മുരിക്കാട്ടൂർ സ്കൂളിലുള്ളത്. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെ ഈ ഒരു അനുമോദന യോഗം അതിനാണ് നമ്മളിന്നിവിടെ ഈ കാര്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ, അതായത് പ്രഷറും ഷുഗറും നോക്കുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു യോഗം കൂടിയായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 13 പേർക്ക് പ്രഷർ നോക്കുന്ന ഉപകരണവും അതുപോലെ തന്നെ 29 പേർക്ക് ഷുഗർ നോക്കുന്ന ഉപകരണങ്ങളുമാണ് ഇന്നിവിടെ വിതരണം ചെയ്തത്. ADS പ്രസിഡന്റ് സുബി രതീഷ്, CDS അംഗം എൽസമ ദേവസ്യ, ICDS സൂപ്പർവൈസർ രാധാമണി KK, ദീപ സെബാസ്റ്റ്യൻ, JPHN, ഷീനാമോൾ, ജസ്ന ജെയിംസ്, സുശീല, പ്രമീള രാജപ്പൻ, സുകുമാരൻ നന്ദിയാപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ പുറ്റടി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ 35ാമത് ബ്ലാക്ക് ബെൽറ്റ് വിതരണവും നാമകരണ ചടങ്ങും നടന്നു. ഷിറ്റോ ഇന്ത്യ സ്കൂൾ ഡയറക്ടർ JS ജേക്കബ് ദേവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 35 വർഷമായി നൂറുകണക്കിന് കുട്ടികൾക്ക് ആയോധന കലയായ കരാട്ടെ പരിശീലിപ്പിച്ചു വരുന്ന ഷിറ്റോ റിയു കരാട്ടെ സ്കൂൾ ഈ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് വിതരണവും ഉന്നത ഡിഗ്രികൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ നാമകരണ ചടങ്ങുമാണ് നടത്തിയത്. സ്കൂൾ അഡ്മിൻ രതീഷ് രാമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചക്കുകുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അടിസ്ഥാന വിദ്യാഭ്യാസ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി പഠിക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ കടന്നു പോകും. അവിടെയെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങൾ രൂപീകൃതമാകുന്ന നമുക്ക് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഒരു പരിധി വരെ ഇടപെടാൻ കഴിയുള്ളൂ. മദ്യവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടം, നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടം, നമ്മുടെ മുതിർന്നവരായ കുട്ടികൾ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ. പല റാക്കറ്റുകൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് ദൃശ്യമാധ്യമ പത്രങ്ങളിലൂടെ കടന്നു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ ചെറുതിനെ തൊട്ട് നമ്മൾ പരിശീലനം കൊടുത്ത് അവർക്ക് ഇപ്പം ഇവിടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയിരിക്കുന്ന കുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നത് മെൻ വുമൺ എന്നായത് മാത്രമേ ഉള്ളൂ. നിരന്തരമായ ഒരു പരിശീലനം, ഒരു 12 ഇപ്പൊ 10th ആകുമ്പോഴത്തേന് പിന്നെ സ്കൂളിലേക്ക് വിടുകയല്ല, +2 A+2 കരസ്ഥമാക്കാനോ ധൃതിയാണ് മാതാപിതാക്കന്മാർക്ക്. ഒരു 12ാം ക്ലാസ് വരെ പരിശീലനത്തിന് ശേഷം ഒരു 3rd ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കരസ്ഥമാക്കി നമ്മുടെ കുട്ടികളെ ഇന്നുണ്ടാകുന്ന അപജയങ്ങളിലെല്ലാം വ്യതിചലിച്ച് മാറി നിൽക്കാനുള്ള സാഹചര്യത്തിന് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കുന്നതിന് കഴിയുന്ന തരത്തിലേക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ പ്രത്യേകം ഉണ്ടാകണം. നാമകരണവും ബ്ലാക്ക് ബെൽറ്റ് വിതരണവും ഷിറ്റോ ഇന്ത്യ സ്കൂൾ ഡയറക്ടറും കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷൻ ടെക്നിക്കൽ ഡയറക്ടറുമായ JS ജേക്കബ് ദേവകുമാർ നിർവഹിച്ചു. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഞങ്ങൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്തു. ആദ്യം ട്രിവാൻഡ്രമായിരുന്നു. ട്രിവാൻഡ്രത്തിന് അടുത്തുള്ള ജില്ല ആണ് നമ്മുടെ ഏറ്റവും സീനിയർ ഉള്ള ജില്ല. ഷിറ്റോ സ്കൂളിൻ്റെ കേരളത്തെ KS വർഗീസാണ് ഏറ്റവും സീനിയറാണ്, സീനിയർ ഇൻസ്പെക്ടർ, നല്ല എക്സ്പീരിയൻസ്ഡ് സീനിയർ ഇൻസ്പെക്ടർ. He has created a lot of black belts and today's standard also I found it is very good. They have to keep up. His parents should encourage the children. It is not that practicing karate മാത്രം പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു മാർഷ്യൽ ആർട്സ് എന്ന രീതിയിൽ കുറച്ച് മലയാളം സംസാരിക്കാതെ നമ്മുടെ കളറിപ്പയറ്റു അങ്ങനെ ആ രീതിയിൽ കരാത്തെ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ കരാത്തെ ഈസ്
developed as a sport. Globally, there are a lot of tournaments, international tournaments taking place. J.N. ജോൺ, വർഗീസ് KS, ഷീജ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നാലാമത് പൗർണമി സംഗമം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. നഗരസഭാ മുൻ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയുടെ വിവിധയിടങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിലേക്കടക്കം യാത്ര ഒരുക്കിയിരുന്ന പൗർണമി ബസ് സർവീസ് ജീവനക്കാരുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിന്റെ പൊതുവീതികളിൽ വർഷങ്ങളായി സുരക്ഷിത യാത്ര ഉറപ്പാക്കിയ ബസ് സർവീസിന്റെ പഴയ ജീവനക്കാരുടെ അടക്കമുള്ള കണ്ടുമുട്ടൽ കൂടിയായിരുന്നു സംഗമത്തിന്റെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുമ്പേ പൗർണമിയിൽ ജോലിക്കുണ്ടായിരുന്നവരും നിലവിൽ ഉള്ളവരും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തു. കൂട്ടായ്മയിലൂടെ അംഗങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും കൂട്ടായുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാലാമത് പൗർണമി സംഗമം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. നഗരസഭാ മുൻ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ണാടി നന്നായെങ്കിൽ കണ്ണാടി വേണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ. അതിൻ്റെ അകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കണം, ഒരു ത്യാഗം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു കൂട്ടുകെട്ട് മുമ്പോട്ട് പോകേണ്ടത് എന്ന് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആരും കാണാത്തവരാണല്ലേ, എല്ലാവരും തന്നെ കണ്ട ഒരു സിനിമയാണ്. നമുക്കതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയസ്പർശിയായ ഒത്തിരി രംഗങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഉത്തമ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾ പകല് ഒറ്റയ്ക്ക് നടക്കുന്നതിൽ നല്ലത് അർദ്ധരാത്രി അതേ കൂരിട്ടിന്റെ മറവിൽ നമ്മുടെ ഉറ്റ ചങ്ങാതിയുടെ കൈ പിടിച്ച് നടക്കുന്നതാണ് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ 7 വർഷമായി 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു. ഇപ്പൊ 4ാമത്തെ വർഷമാണ്. ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതൊരു കുടുംബമാണ്. പരിപാടിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് സാബു മാത്യു, സെക്രട്ടറി എ ജോസഫ്, അനൂപ് ദിവാകരൻ, അജയൻ കുമളി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വേനൽ മഴയിലും തളരാതെ ഇടുക്കിയിലെ ടൂറിസം മേഖല. റെഡ് അലർട്ട് അടക്കമുണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മികച്ച തിരക്ക് അനുഭവപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായും ഇടുക്കിയിലേക്ക് എത്തിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ അവധിക്കാലത്ത് ഇടുക്കിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പല ദിവസങ്ങളിലും 10,000-കണക്കിന് സഞ്ചാരികൾ എത്തി. ഏതാനും ദിവസങ്ങളിലായി പെയ്യുന്ന വേനൽ മഴയിൽ സഞ്ചാരികളുടെ എണ്ണം കുറയുമെന്നായിരുന്നു ആശങ്ക. റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചതോടെ സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ യാത്ര മാറ്റിവെക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സഞ്ചാരികൾ ഈ ദിവസങ്ങളിലും ഇടുക്കിയിലേക്ക് എത്തി. DTPCയുടെ നിയന്ത്രണത്തിലുള്ള വാഗമൺ, രാമക്കൽമേട്, ശ്രീനാരായണപുരം കേന്ദ്രങ്ങളിൽ മഴ ദിവസങ്ങളിലും നിരവധി സഞ്ചാരികൾ എത്തിയതായി DTPC ജീവനക്കാർ പറഞ്ഞു. ഈ മഴക്കാലങ്ങളിൽ ഇവിടെ ടൂറിസം മേഖല അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഗസ്റ്റുകളുടെ ഒരു നല്ലൊരു വരവാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എസൻപുരത്താണേലും ഏകദേശം ഡെയിലി ദിവസങ്ങളിൽ 1000 സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. 1000-ന് മുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ DTPCയുടെ എല്ലാ യൂണിറ്റുകളിലും നല്ല രീതിയിലുള്ള ഗസ്റ്റിൻ്റെ ഒരു വരവുണ്ട്. അത് ഈ 11 DTPCയുടെ 11 യൂണിറ്റുകളിലും അതാണിപ്പം ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിനെല്ലാം നല്ലൊരു കാലാവസ്ഥ, പച്ചപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എല്ലാം പോയിരിക്കുന്നത്. അലർട്ടുകൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ യാത്ര ഒഴിവാക്കിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തിയതിനാൽ ടൂറിസം വ്യാപാര മേഖലയും പ്രതിസന്ധിയില്ലാതെ വേനൽ മഴയെ അതിജീവിച്ചതായി വ്യാപാരികൾ പറഞ്ഞു. മഴക്കാലം ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസങ്ങൾ നമുക്ക് അലർട്ട് വന്ന 2 ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും പിന്നീടുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് അത്യാവശ്യം ആവറേജ് ആളുണ്ടായിരുന്നു. നമുക്ക് തീർത്തങ്ങ് നമുക്കൊരു ഡൗൺ ആയി പോയിട്ടില്ല. നമ്മൾ മുമ്പുള്ള മഴക്കാലം പോലെ വലിയൊരു ഭീകരതയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. കാലാവസ്ഥയുടെ ആശങ്ക ഒന്ന് നമുക്ക് വാട്ടർഫാൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മഴ കൂടുതലായിട്ട് മണ്ണിടിച്ചിലോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം നിലവിൽ ഓൾറെഡി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുമാത്രം ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നുള്ളൂ. വേറെ
വിഷയങ്ങളൊന്നുമില്ല. ജില്ല മുഴുവനായി അലർട്ടുകൾ പ്രഖ്യാപിക്കാതെ പ്രാദേശിക അലർട്ടുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പല ദിവസങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും മിക്ക മേഖലകളിലും മഴ പെയ്യാത്ത സാഹചര്യമുണ്ട്. താലൂക്കുകൾ കേന്ദ്രീകരിച്ച പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിലനിർത്താനും കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും സംസ്ഥാന സർക്കാർ ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങളാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആരോഗ്യമന്ത്രിയുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. അതേസമയം ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ 4ാം തവണത്തെ സമരം 5 ദിവസം പിന്നിട്ടു. വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർക്കുണ്ടാക്കുന്നത് വലിയ നഷ്ടം. കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് കുടുംബങ്ങൾ. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നു. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാലതാമസം ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്ക്. മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിൽ. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.